ചതിയുടെയും ആവശ്യങ്ങൾക്ക് ശേഷം വലിച്ചെറിയപ്പെടുന്ന ബന്ധങ്ങളുടെയും ഈ കാലഘട്ടത്തിൽ അനശ്വരമായ പ്രണയങ്ങളും നിലനിൽക്കുന്നുവെന്ന ഓർമ്മപ്പെടുത്തലാണ് ആനന്ദ് രാധിക വിവാഹം. ഒരുപക്ഷെ കോടീശ്വരപുത്രന്റെ വിവാഹത്തിന്റെയും താരനിബിഡമായ പകിട്ടിന്റെയും അത്യാഡംബരമായ സമ്മാന പൊതികളുടെയും വാർത്തകൾക്കുമപ്പുറം നാം ശ്രദ്ധിക്കാതെ പോയ യാഥാർത്ഥ്യമറിയണമെങ്കിൽ ഈ രണ്ട് ചിത്രങ്ങൾ വിശകലനം ചെയ്യണം. ഏതോ പാവപ്പെട്ട വീട്ടിലെ ഈ സുന്ദരി കൊച്ചിനെ അവളുടെ വീട്ടുകാർ അംബാനിക്ക് വിറ്റു. അവൾ അവന്റെ പണം കണ്ടു പോയതാണ്. കുറച്ചു കഴിയുമ്പോൾ ഡിവോഴ്സ് ആയിക്കോളും. അംബാനിയുടെ മകന്റെ വിവാഹ ചിത്രത്തിന് താഴെ വന്ന പ്രബുദ്ധ മലയാളിയുടെ കമന്റുകളിൽ ചിലതാണിതൊക്കെ. ആദ്യ ചിത്രത്തിലുള്ളത് ഒന്നിച്ച് കളിച്ച് വളർന്ന 11 വർഷം പ്രണയിച്ച സുന്ദരനായ ഒരു ചെറുപ്പക്കാരനും അവന്റെ കാമുകിയുമാണ്. അപ്പുറത്ത് നിൽക്കുന്നതോ കോടിക്കണക്കിന് പണം കൊടുത്ത് തടുത്തു നിർത്താൻ കഴിയാത്ത അപൂർവ രോഗം ബാധിച്ച തടിച്ച ശരീരവുമായി അതേ ചെറുപ്പക്കാരനും പെൺകുട്ടി. അവർ വിവാഹിതരാവുകയാണ്. ലോകത്തെ മുഴുവൻ അറിയിച്ചുകൊണ്ട് ആ പെൺകുട്ടി അവൾ 11 കൊല്ലമായി പ്രണയിച്ചവനെ വിവാഹം ചെയ്യുകയാണ്. ഇതിൽ ചർച്ച ചെയ്യേണ്ടത് പണമല്ല, പ്രണയമാണ്. ആ പെൺകുട്ടി ഇന്റർനെറ്റിലെ സഹോദരങ്ങൾ കണ്ടെത്തുന്ന പോലെ ഒരു സാധു വീട്ടിലെ പെൺകുട്ടിയല്ല. അവളെ അംബാനി മകനായി പണം കൊടുത്തു വാങ്ങിയതുമല്ല. അംബാനിയുടെ അത്രയൊന്നും ഇല്ലെങ്കിലും ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ പണക്കാരിലൊരാളായ എൻകോർ ഹെൽത്ത് കെയറിന്റെ ഉടമയുടെ മകളാണ് രാധിക മെർച്ചന്റ്. രാധിക മികച്ച ഒരു ഡാൻസറാണ്. ന്യൂയോർക്കിൽ നിന്നും ഡിഗ്രി എടുത്ത നല്ലൊരു ബിസിനസ് ലേഡിയുമാണ്. 11 കൊല്ലം മുന്നേ വാക്കു കൊടുക്കുമ്പോൾ അവൾ കണ്ട സൗന്ദര്യം അവന്റെ മനസ്സിനും സ്നേഹത്തിനും ഇന്നും അവൾക്ക് മാത്രം കാണാൻ കഴിയുന്നതുകൊണ്ടാണ് അവരിന്ന് വിവാഹിതരാകുന്നത്. ആ പ്രണയത്തെയാണ് അവർ ലോകമറിയിച്ച് ആഘോഷിക്കുന്നത്. മരണത്തെ അതിജീവിച്ചു വന്ന മകന്റെ ജീവിത വിജയത്തെയാണ് സമ്പാദ്യത്തിന്റെ ഒരു അംശം മാത്രമെടുത്ത് അംബാനി കുടുംബം കൊണ്ടാടുന്നത്. അതുകൊണ്ട് രാധിക എന്ന പെൺകുട്ടിക്ക് നമ്മുടെ സഹതാപം വേണ്ട. സ്നേഹിച്ച പുരുഷന്റെ ആരോഗ്യവും സൗന്ദര്യവും നഷ്ടപ്പെടുമ്പോൾ തിരിഞ്ഞു നോക്കാതെ നടന്നു പോകുന്നവളായിരുന്നു ഈ പെൺകുട്ടിയെങ്കിൽ സാമൂഹ്യ മാധ്യമങ്ങളിൽ അവളോട് സഹതാപം പ്രകടിപ്പിക്കുന്ന ഈ സഹോദരങ്ങൾ തന്നെ അവളെ ക്രൂരമായി വിമർശിച്ചേനെ. ആൻഡ് ഷീ ഹാഡ് ദ ചോയ്സ് ആൻഡ് പൊസിഷൻ ടു ഡു ദാറ്റ്, ബട്ട് ഷീ ചോസ് ടു സ്റ്റേ ഫോർ ലവ് ആൻഡ് കമ്മിറ്റ്മെന്റ്. ഇന്ത്യ കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ ആഘോഷമായി ഇത് മാറുമ്പോൾ വി ഷുഡ് ബി പ്രൗഡ്. ഇങ്ങനത്തെ പ്രണയങ്ങൾ ഇങ്ങനെ തന്നെയാണ് ആഘോഷിക്കപ്പെടേണ്ടത്. ദിസ് ഈസ് എ സെലിബ്രേഷൻ ഓഫ് ബ്യൂട്ടിഫുൾ ലവ്. ആനന്ദ് അംബാനിയും രാധിക മെർച്ചന്റും ബാല്യകാല സുഹൃത്തുക്കളാണ്. ബാല്യം കടന്ന് കൗമാരത്തിലേക്കും യൗവനത്തിലേക്കും എത്തിയപ്പോഴേക്കും അവരുടെ സൗഹൃദം പ്രണയത്തിലേക്കും പിന്നീട് പിരിയാനാകാത്ത ഹൃദയബന്ധത്തിലേക്കും കടന്നു. കുട്ടിക്കാലം മുതൽ ഒരേ സൗഹൃദ വലയത്തിലായിരുന്നു ആനന്ദും രാധികയും. സ്കൂൾ വിദ്യാഭ്യാസം പൂർത്തിയാക്കിയ ശേഷം ഇരുവരും വ്യത്യസ്ത വഴികളിലേക്ക് തിരിഞ്ഞു. ബിരുദ പഠനത്തിനായി ആനന്ദ് ബ്രൗൺ യൂണിവേഴ്സിറ്റിയിലും രാധിക ന്യൂയോർക്ക് യൂണിവേഴ്സിറ്റിയിലും ചേർന്നു. 2018 ആനന്ദും രാധികയും പ്രണയത്തിലാണെന്നുള്ള അഭ്യൂഹം പരന്നു തുടങ്ങിയത്. ഒലിവ് നിറത്തിലുള്ള ഒരേ തരത്തിലുള്ള വസ്ത്രങ്ങൾ ധരിച്ച് പരസ്പരം കണ്ണുകളിൽ നോക്കി നിൽക്കുന്ന ഇവരുടെ ചിത്രം സാമൂഹിക മാധ്യമങ്ങളിൽ വൈറലായി. ഇഷ അംബാനിയുടെ വിവാഹ നിശ്ചയത്തിന് ഇരുവരും കൈകോർത്ത് പിടിച്ച് നടന്നെത്തിയതോടെ ഇവരുടെ പ്രണയത്തെക്കുറിച്ച് കൂടുതൽ ചർച്ചകൾ ഉയർന്നു. ജാംനഗറിൽ നടന്ന ആഘോഷ പരിപാടിയിൽ രാധികയോടുള്ള തന്റെ പ്രണയത്തെക്കുറിച്ച് ആനന്ദ് വാചാലനായി. 100% ഞാൻ ഭാഗ്യവാനാണെന്ന് ആനന്ദ് പറഞ്ഞു. എങ്ങനെയാണ് രാധികയെ തനിക്ക് കിട്ടിയതെന്നറിയില്ലെന്നും ഉറപ്പായും ഏറ്റവും ഭാഗ്യവാനാണ് താനെന്നും ആനന്ദ് കൂട്ടിച്ചേർത്തു. കഴിഞ്ഞ 7 വർഷമായി രാധിക എന്നോടൊപ്പമുണ്ട്. പക്ഷേ ഓരോ ദിവസവും രാധികയെ കണ്ടുമുട്ടിയത് ഇന്നലത്തേതുപോലെയാണ്. ഓരോ ദിവസവും രാധികയുമായി ഞാൻ വീണ്ടും വീണ്ടും പ്രണയത്തിലാവുകയാണ്. എല്ലാത്തിനും നന്ദി രാധിക, ആനന്ദ് പറയുന്നു. തങ്ങൾക്കിരുവർക്കും വളരെ സ്പെഷ്യലാണ് ജാംനഗർ എന്നാണ് പ്രീ വെഡ്ഡിംഗ് സെലിബ്രേഷനിൽ രാധിക പറഞ്ഞത്. എനിക്കും ആനന്ദിനും ഞങ്ങളുടെ മനസ്സ് ജാംനഗറിലാണ്. ഞങ്ങൾ വളർന്നത്, സുഹൃത്തുക്കളായത്, പ്രണയത്തിലായത്, ഞങ്ങളുടെ ബന്ധം വളർത്തിയെടുത്തത് എല്ലാം ജാംനഗറിലായിരുന്നു. ഇപ്പോൾ ഞങ്ങൾ ഒന്നിച്ച് ഭാവി ജീവിതത്തിലേക്ക് കടക്കുകയാണ്. വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുൻപ് പരസ്പരം മനസ്സിലാക്കുന്നതിന് ആവശ്യമായ സമയം ലഭിക്കുന്നതും നല്ലതാണെന്ന് രാധിക പറഞ്ഞു. ഇഷ്ടങ്ങളും ശീലങ്ങളും മനസ്സിലാക്കിയും അംഗീകരിച്ചും വിവാഹത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ അഭിപ്രായ വ്യത്യാസങ്ങളും വിവാഹമോചന ചിന്തയും കുറയുമെന്നും രാധിക കൂട്ടിച്ചേർത്തു. അനശ്വര പ്രണയങ്ങൾക്ക് ദൈവികതയും
മാനവികതയുമുണ്ട്.